ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ചക്ക കേക്ക് ഉണ്ടാക്കാമേ. ചക്ക ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു അരക്കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചൂടാക്കി എടുക്കാമേ. കുറച്ച് സമയം അനങ്ങാതെ വെക്കണം, അപ്പോൾ കരിഞ്ഞു വരും. അതിൻ്റെ കളറൊക്കെ മാറി ഡാർക്ക് കളറായിട്ട് വരുവേ. ഒരുപാട് കരിക്കരുത്, അത് നോക്കി നിന്ന് വേണം എടുക്കാൻ. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കണം. കുറച്ച് സമയം കിടന്ന് തിളയ്ക്കുമ്പോൾ അത് മെൽട്ടായിട്ട് വരും. അതവിടെ ഇരുന്ന് തണുക്കട്ടെ, നമുക്കങ്ങോട്ട് മാറ്റി വെക്കാമേ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും അതിലേക്കൊരു 3 ഗ്രാമ്പൂവും ചേർത്തിട്ട് അരച്ചെടുക്കണേ. പിന്നെ കുറച്ച് ചക്ക എടുത്തിട്ട് നല്ലോണം മിക്സിക്കകത്ത് അരച്ചെടുത്ത് പേസ്റ്റ് പരുവത്തിൽ ആക്കി നമുക്ക് അവിടോട്ട് മാറ്റി വയ്ക്കാമേ. പിന്നീട് അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും അത് 3 തവണ അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കാമേ. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും നന്നായി ചേർത്ത് അടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർത്ത് നല്ലോണം അടിച്ചെടുക്കണേ. നല്ല പതഞ്ഞു വരുമ്പോൾ അതിലേക്കാണെങ്കിൽ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നല്ലോണം, ഒരുപാട് അടിച്ചെടുക്കരുത്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് അടിച്ചെടുത്താൽ മതിയേ. സ്പീഡിലങ്ങ് പറഞ്ഞ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച ചക്ക പേസ്റ്റ് അതിലിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. കട്ട പിടിക്കാതെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് കരിച്ച് വെച്ച പഞ്ചസാര അതിലേക്ക് ചേർക്കണം. നന്നായി തണുത്തതിന് ശേഷമേ അതിൽ ചേർക്കാവൂ കേട്ടോ. എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കണേ. അതിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പറങ്ങാണ്ടി ഇല്ലായിരുന്നു, അപ്പം ഞാനാണെങ്കിൽ കപ്പലണ്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മൈദ ഇട്ട് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുമായിരുന്നു. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്ത് 3 തവണയായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമുക്ക് റെഡിയാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നന്നായി ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക്, അതിന് ഭംഗിയാകാൻ വേണ്ടി ഞാൻ കപ്പലണ്ടിയാണ് ഇട്ടത്. കപ്പലണ്ടി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കി എടുക്കുവേ. കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് ചക്കയുടെ. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. എനിക്കിഷ്ടമായി. അടിപൊളി കേക്കാട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാമേ. ബൈ.